Hello everyone, once again welcome back to 90 plus assist here. Sri Narayana Guru Open University 4-year UG program സ്റ്റുഡൻസിന് ഫോർത്ത് സെമ്മിൽ വരുന്ന ഒരു വാല്യൂ ആഡഡ് കോഴ്സാണ് എൻവയോൺമെൻറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ മറ്റൊരു വാല്യൂ ആഡഡ് കോഴ്സ് ആയിട്ടുള്ള ഇന്ത്യൻ നോളേജ് സിസ്റ്റത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒരു ക്ലാസ് നല്ലപോലെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പറഞ്ഞ് കുറച്ച് പേര് ഇന്നലെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിരുന്നു. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് അറിഞ്ഞതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുവാണ്. അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG സ്റ്റുഡൻസിൻ്റെ ഒരുപാട് എക്സാംസ് സെപ്റ്റംബർ മന്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട എല്ലാ കോഴ്സുകളുടെയും ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സസ് നമ്മുടെ കയ്യിൽ കറൻ്റ്ലി അവൈലബിൾ ആണ്. അപ്പോൾ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസിന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ചെയ്യാം. അതോടൊപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG സ്റ്റുഡൻസിൻ്റെ എല്ലാ കോഴ്സുകളുടെയും ഡിസർട്ടേഷൻ അഥവാ പ്രൊജക്റ്റ് വർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആവശ്യമുള്ള സ്റ്റുഡൻസ് DM ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻവയോൺമെൻറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പേപ്പറിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് കം ടു ദ വീഡിയോ. പ്രധാനമായും രണ്ട് ബ്ലോക്സ് ആണ് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നത്. അതായത് എൻവയോൺമെൻറ്റ് ആൻഡ് നേച്ചുറൽ റിസോഴ്സസ് ആൻഡ് എൻവയോൺമെൻറ്റൽ മിറ്റിഗേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു വാല്യൂ ആഡഡ് കോഴ്സും മാക്സിമം 23 മാർക്സ് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു 1 അവറുടെ പേപ്പറാണിത്. ആസ് യൂഷ്വൽ 3 സെക്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. സെക്ഷൻ എയിൽ 1 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിലേതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. സെക്ഷൻ ബിയിൽ 2 മാർക്സിൻ്റെ 6 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിലേതെങ്കിലും 4 ക്വസ്റ്റ്യൻസിന് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ഇനി ലാസ്റ്റ് സെക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 5 മാർക്സിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ വരുന്നത്. അതുപോലെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ മിനിമം പാസ് മാർക്ക് എത്രയാണെന്ന് കഴിഞ്ഞ സെഷൻ മുതൽ കുറച്ച് പേര് ചോദിച്ചിരുന്നു. 7 മാർക്സ് ആണ് മിനിമം പാസ് മാർക്ക് വരുന്നത്. അപ്പോൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അഥവാ സുസ്ഥിര വികസനത്തിൻ്റെ 17 ലക്ഷ്യങ്ങൾ. നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എന്നതിലുപരി കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിലെ ഓരോ കാര്യങ്ങളും റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ലൈഫ് ലോങ് അത് നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ മാക്സിമം കോൺസെപ്റ്റ് മനസ്സിലാകുന്ന വിധം ക്ലിയർ ആയി എടുക്കാനായി ഞാൻ മാക്സിമം ശ്രമിക്കാം. സോ ലേണേഴ്സ്, ലെറ്റ്സ് സീ ദ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. നമ്മുടെ ഈ നേച്ചറിലുള്ള മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി അതുകൊണ്ട് പലതരത്തിലുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി അതിലൂടെ ലാഭം ഉണ്ടാക്കി അതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരുപാടധികം കമ്പനികൾ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിലുണ്ട്. ഇത്തരത്തിൽ വൻതോതിൽ മരങ്ങൾ മുറിക്കുമ്പോഴും അതുപോലെ മറ്റുള്ള നേച്ചുറൽ റിസോഴ്സുകളൊക്കെ അധികമായിട്ട് നശിപ്പിക്കുമ്പോഴും ഒക്കെ നമ്മൾ നമ്മുടെ ഭാവി തലമുറയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഭാവി തലമുറയ്ക്ക് കൂടെ അനുഭവിക്കേണ്ട ഈ ഒരു പ്രകൃതിയെ അടുത്ത തലമുറയ്ക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം പൂർണ്ണമായി ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് പൊതുവെ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യൻ്റെ അനധികൃതമായിട്ടുള്ള പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയെ മാക്സിമം കൺട്രോൾ ചെയ്ത് നമുക്കും നമ്മുടെ അടുത്ത ജനറേഷനും കൂടി അത് ഉപയോഗിക്കണം എന്ന കരുതലോടുകൂടി പ്രകൃതി വിഭവങ്ങളെ നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്തതിനെയാണ് സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചുകൂടെ സിമ്പിളായി പറയുവാണെങ്കിൽ നമുക്കൊക്കെ എളുപ്പത്തിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ സർക്കാർ റോഡുകളുടെ വീതിയൊക്കെ കൂട്ടി മേൽപ്പാലങ്ങളൊക്കെ പണിയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, നമുക്ക് വളരെ സുഖമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ റോഡുകളുടെ വീതി കൂട്ടാനായി ആ സൈഡിൽ വരുന്ന മരങ്ങളും അതുപോലെ പുഴകളും പാടങ്ങളും അതൊക്കെ ഇല്ലാതാക്കിയിട്ടാണ് അവിടെ റോഡുകളുടെ വീതി കൂട്ടുന്നത്. ഇങ്ങനെ വരുമ്പോൾ മരങ്ങളുടെയും പുഴകളുടെയും അതുപോലെ തന്നെ മറ്റുള്ള പ്രകൃതി വിഭവങ്ങളുടെയും ഒക്കെ എണ്ണം ഗ്രാജ്വലി കുറഞ്ഞ് ചൂട് കൂടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ. ഇങ്ങനെ ചൂട് വൻതോതിൽ കൂടിക്കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുക, അറ്റ്മോസ്ഫിയറിലുള്ള ചൂട് സ്പ്രെഡായി ഒരുപാടധികം ആനിമൽസും പ്ലാന്റ്സും ഈ ചൂട് കാരണം ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാതെ നശിച്ചു പോകുന്നു. അതുപോലെ തന്നെ അന്റാർട്ടിക്കയിലൊക്കെയുള്ള ധാരാളം മഞ്ഞുപാളികളൊക്കെ ഉരുകി സീ ലെവൽ വർദ്ധിച്ച് അത് വൻതോതിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫ്ലഡിനും ഡ്രോട്ടിനൊക്കെ കാരണമായിട്ട് മാറുന്നു. അപ്പോൾ നിലവിൽ നമ്മൾ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനായി ഒരുപാട് സുഖ സൗകര്യങ്ങളൊക്കെ പ്രകൃതിയിൽ ഉണ്ടാക്കുമ്പോൾ മറ്റൊരു സൈഡിൽ പ്രകൃതി നശിച്ച് നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് കൂടെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. സോ പ്രസൻറ്റ് ജനറേഷന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രകൃതി വിഭവങ്ങളെ വളരെ എഫക്റ്റീവായും എഫിഷ്യൻ്റായും യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ യൂട്ടിലൈസേഷൻ നമ്മുടെ അടുത്ത തലമുറയുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് സക്സസ്ഫുൾ ആയി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ 17 ഗോൾസ് അഥവാ 17 ലക്ഷ്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. ഏതൊക്കെയാണെന്ന് നോക്കാം. നോ പോവർട്ടി, സീറോ ഹങ്ങർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, industry, innovation and infrastructure, reduced inequalities, sustainable cities and communities,
clean water and sanitation, responsible consumption and production, climate action, life below water, life on land, peace, justice, and strong institutions, and last one, partnerships for the goals. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ 17 ലക്ഷ്യങ്ങൾ. ആക്ച്വലി 2015 യു എന്നിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള 193 കൺട്രീസും ന്യൂയോർക്കിൽ കണ്ടക്ട് ചെയ്ത സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സമ്മിറ്റിൽ പ്രസന്റ് ചെയ്ത ഒരു ഗ്ലോബൽ അജണ്ടയാണ് SDG. 2015 ലോകരാഷ്ട്രങ്ങളെല്ലാം ഈ ഒരു ഗ്ലോബൽ അജണ്ട അപ്രൂവ്ഡ് ആക്കിയതെങ്കിലും ഇത് നടപ്പിലാക്കാനുള്ള ടൈം ഫ്രെയിം എന്നുള്ളത് 2016 മുതൽ 2030 വരെയാണ്. സോ 17 ഗോൾസും അതിലേക്ക് എത്തിച്ചേരാനുള്ള 169 ടാർഗറ്റ്സും ഈ ടാർഗറ്റ്സ് മെഷർ ചെയ്യാനുള്ള 232 ഇൻഡിക്കേറ്റേഴ്സും SDG എന്ന ഫ്രെയിംവർക്കിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ SDG കോൺസെപ്റ്റും അതിൽ വരുന്ന 17 ഗോൾസും ക്ലിയർ ആയി മനസ്സിലാക്കുക. 2 മാർക്സിനും 5 മാർക്സിനും ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണിത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഗ്രീൻ എക്കോണമി അഥവാ ഹരിത സമ്പദ് വ്യവസ്ഥ. അതായത് എൻവയോൺമെന്റിന് കോട്ടം തട്ടാത്ത വിധം നമ്മുടെ സുസ്ഥിര വികസനം, അതുപോലെ കാർബൺ എമിഷൻസ് കുറയ്ക്കുക, അതുപോലെ നേച്ചുറൽ റിസോഴ്സുകളുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഉപയോഗം എന്നിവ ലക്ഷ്യമാക്കിയുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് ഗ്രീൻ എക്കോണമി അഥവാ ഹരിത സമ്പദ് വ്യവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആകാനായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ കുറച്ച് മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി ബുക്സ് ഉണ്ടാക്കി, അല്ലെങ്കിൽ കുറച്ച് ഫർണിച്ചേഴ്സ് ഉണ്ടാക്കി, അതിലൂടെ എനിക്ക് കുറച്ച് വരുമാനം കിട്ടിയെന്ന് വിചാരിക്കാം. ഇതിനെ നമ്മൾ ഗ്രീൻ എക്കോണമി എന്ന് പറയുമോ? ഒരിക്കലില്ല. നേരെ മറിച്ച് പ്രകൃതി വിഭവങ്ങളെ നശിപ്പിക്കാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് അതിലൂടെ ഞാൻ ഉണ്ടാക്കുന്ന ഫിനാൻസിനെ നമുക്ക് ഗ്രീൻ എക്കോണമിയുടെ ഭാഗമാണെന്ന് പറയാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. സപ്പോസ് ഞാനിപ്പോൾ കുറച്ച് പ്ലാസ്റ്റിക്സ് കളക്ട് ചെയ്ത് അതിനെ റീസൈക്ലിംഗ് ചെയ്ത് വീണ്ടും ഞാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാക്കി മാറ്റി അതിലൂടെ ഞാൻ കുറച്ച് വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഗ്രീൻ എക്കോണമിയുടെ ഭാഗമാണെന്ന് പറയാം. അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാതെ നിങ്ങളിപ്പോൾ ഒരു ഓർഗാനിക് ഫാമിംഗ് നടത്തി അതിലൂടെ കുറച്ച് വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയും നമുക്ക് ഗ്രീൻ എക്കോണമിയുടെ ഭാഗമായിട്ട് പറയാം. ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ വരുമാനം അല്ലെങ്കിൽ വെൽത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഗ്രീൻ എക്കോണമി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഗ്രീൻ എക്കോണമി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം നോട്ട്സ് ഞാൻ ഗ്രൂപ്പിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗ്രൂപ്പിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻസിലൂടെ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.